Hello, dear friends, welcome to Teach English. ഇന്ന് നാം 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് 2ാം യൂണിറ്റിലേക്ക് കടക്കുകയാണ്. വെൻസ് ഓഫ് ചേഞ്ച്, അതായത് മാറ്റത്തിന്റെ കാറ്റ് എന്നാണ് യൂണിറ്റിന്റെ പേര്. ഇതിൽ ഒന്നാമത്തെ ലെസൺ മഹാദേവ് ദേശായിയുടെ ഡ്രീംസ് റിയലൈസ്ഡ് ആണ്. അദ്ദേഹം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്നു. ഗാന്ധിജിയുടെ പ്രസംഗങ്ങളുടെയും മഹാത്മാഗാന്ധിയുടെ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയെക്കുറിച്ചു മഹാദേവ് ദേശായിയുടെ വിവരണത്തിന്റെയും സമാഹാരമായ ദി നേഷൻസ് വോയ്സിൽ നിന്നുള്ള ഭാഗമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. നമുക്കിനി പാഠം വായിച്ചു തുടങ്ങാം. Let's read and reflect. നമുക്ക് വായിക്കാം, ചിന്തിക്കാം. Gandhiji was passionate about achieving independence for our motherland. നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഗാന്ധിജിക്ക് അതിയായ ആവേശമായിരുന്നു. He spared no effort for this. അതിനായി അദ്ദേഹം ഒരു ശ്രമവും വേണ്ടെന്നു വെച്ചില്ല. Here is an account of Gandhiji's tour of England, during which he explains his idea of a free India. Read on. ഗാന്ധിജിയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ ആശയം വിശദീകരിക്കുന്നു. അതിന്റെ ഒരു വിവരണം ഇതാ. തുടർന്ന് വായിക്കുക. Title of the lesson is Dreams Realized. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി. During his visit to England, തന്റെ ഇംഗ്ലണ്ട് സന്ദർശനവേളയിൽ Gandhiji attended many meetings ഗാന്ധിജി ധാരാളം മീറ്റിംഗുകളിൽ പങ്കെടുത്തു. that were organized to honor him. അദ്ദേഹത്തെ ആദരിക്കാനായി സംഘടിപ്പിക്കപ്പെട്ടവയായിരുന്നു അവ. ഇംഗ്ലണ്ട് സന്ദർശന വേളയിൽ ഗാന്ധിജി അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി സംഘടിപ്പിക്കപ്പെട്ട പല യോഗങ്ങളിലും പങ്കെടുത്തു. ഓർഗനൈസ് എന്നുവെച്ചാൽ സംഘടിപ്പിക്കുക. ഓണർ എന്ന വാക്കിന്റെ അർത്ഥം ആദരിക്കുക. രണ്ട് വാക്കുകളും വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The students of France organized a reception for the spiritual ambassador of India. ഫ്രാൻസിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ആത്മീയ അംബാസഡർക്ക് ഒരു സ്വീകരണം സംഘടിപ്പിച്ചു. They welcomed him അവരദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. as one bringing light to the exploitation-blinded West. മറ്റു രാജ്യങ്ങളെ അന്ധമായ ചൂഷണം ചെയ്യുന്ന പടിഞ്ഞാറിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നയാളായി. and acting as a healing balm to the war-weary Europe. യുദ്ധം ചെയ്ത് ക്ഷീണിച്ച മുറിവേറ്റ യൂറോപ്പിന് രോഗശമന ലേപനമായി പ്രവർത്തിച്ച ചൂഷണാന്ത ബാധിച്ച പടിഞ്ഞാറിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഒരാളായി അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എക്സ്പ്ലോയിറ്റേഷൻ ബ്ലൈൻഡഡ്, അന്ധമായി ചൂഷണം ചെയ്യുന്ന, ചൂഷണമെന്ന അന്ധത ബാധിച്ച എന്നർത്ഥം. വാർ വേറി, യുദ്ധങ്ങൾ കൊണ്ട് ഡാമേജായ, ക്ഷീണിച്ച എന്നാണ് ഈ ഫ്രേസിനർത്ഥം. In his reply, തന്റെ മറുപടിയിൽ Gandhiji addressed them ഗാന്ധി അവരെ അഭിസംബോധനം ചെയ്തു. as friends and fellow students. സുഹൃത്തുക്കളെന്നും സഹപാഠികളെന്നും. തന്റെ മറുപടിയിൽ ഗാന്ധിജി അവരെ സുഹൃത്തുക്കളെന്നും സഹപാഠികളെന്നും അഭിസംബോധനം ചെയ്തു. Since I visited France as a student to see the exhibition at Paris in 1890, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ 1890 പാരീസിൽ നടന്ന പ്രദർശനം കാണാൻ താൻ ഫ്രാൻസ് സന്ദർശിച്ചതു മുതൽ I have learned something of the traditions of your country. നിങ്ങളുടെ രാജ്യത്തിന്റെ ചില പാരമ്പര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. And of the teachings of Rousseau and Victor Hugo. വിക്ടർ ഹ്യൂഗോയുടെയും റൂസോയുടെയും ടീച്ചിങ്സിനെ, അതായത് അവരുടെ ഉപദേശങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. താനൊരു വിദ്യാർത്ഥിയായിരിക്കെ 1890 പാരീസിൽ നടന്ന എക്സിബിഷൻ കാണാൻ ഫ്രാൻസ് സന്ദർശിച്ചതു മുതൽ ഫ്രാൻസിലെ പാരമ്പര്യങ്ങളെക്കുറിച്ചും റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയും ടീച്ചിങ്സ്, അതായത് ഉപദേശങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടെന്ന് ഗാന്ധിജി പറഞ്ഞു. Now, on my entering upon my mission, ഞാനീയൊരു മിഷനിലേക്ക്, ദൗത്യത്തിലേക്കിറങ്ങിയതു മുതൽ, my very difficult mission in India, ഇന്ത്യയിൽ എനിക്കേറ്റവും പ്രയാസകരമായ ഈ ഒരു ദൗത്യത്തിലേക്ക്, it heartens me to find a welcome from you. നിങ്ങളുടെ ഈ വെൽക്കം എന്നെ വല്ലാതെ ആവേശഭരിതനാക്കുന്നു. ഹാർട്ടൻ എന്നാൽ ആവേശഭരിതനാക്കുക, സന്തോഷിപ്പിക്കുക എന്നൊക്കെയാണർത്ഥം. ഇപ്പോൾ ഇന്ത്യയിലെ എന്റെ വളരെ പ്രയാസകരമായ ദൗത്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള സ്വാഗതം എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നു. He expounded the message of non-violence to the youth.
അദ്ദേഹം യുവാക്കൾക്ക് തന്റെ അഹിംസാ സന്ദേശം വിശദീകരിച്ചു കൊടുത്തു. എക്സ്പൗണ്ട് എന്നാൽ വിശദീകരിക്കുക. He explained that non-violence was no weapon of the weak, അഹിംസ ദുർബലരുടെ ആയുധമല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. but of the strongest. മറിച്ച് അത് ശക്തരുടേതാണ്. That strength was not mere strength of muscle. ശക്തി എന്നത് വെറും പേശീബലമല്ല. അഹിംസ ദുർബലരുടെ ആയുധമല്ലെന്നും മറിച്ച് ശക്തരുടെ ആയുധമാണെന്നും ശക്തി എന്നത് കേവലം മസിൽ ശക്തിയല്ലേയെന്നും അദ്ദേഹം വിശദീകരിച്ചു. നോൺ വയലൻസ് എന്നാൽ അക്രമരാഹിത്യം, അഹിംസ എന്നാണർത്ഥം. To a non-violent man, അഹിംസാവാദിയെ സംബന്ധിച്ചിടത്തോളം strength of muscle is not necessary, മസിൽ പവർ ആവശ്യമില്ല. but a strong heart is an absolute necessity. എന്നാൽ നിരുപാധികമായും അനിവാര്യമായത് മനഃശക്തിയാണ്. ആബ്സല്യൂട്ട് എന്നാൽ പരിപൂർണമായ, കംപ്ലീറ്റായ, തികച്ചും എന്നൊക്കെയാണർത്ഥം. അഹിംസാവാദിക്ക് പേശികളുടെ ശക്തി ആവശ്യമില്ല, എന്നാൽ തികച്ചും അനിവാര്യമായത് ഒരു സ്ട്രോങ് ഹൃദയമാണ്. To kill and to be killed in fighting an enemy are acts of bravery. ഒരു ശത്രുവിനെ നേരിടുമ്പോൾ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ധീരപ്രവൃത്തികളാണ്. But to stand the blows of your adversaries, എന്നാൽ നിങ്ങളുടെ ശത്രുവിന്റെ ഇടിയും തൊഴിയും സഹിക്കുകയും and not to retaliate is a greater form of bravery. അതേസമയം തിരിച്ചടിക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ ധീരതയാണ്. adversary എന്നാൽ എനിമി, ശത്രു. retaliate എന്നാൽ തിരിച്ചടിക്കുക, പ്രതികാരം ചെയ്യുകയെന്നർത്ഥം. That is precisely what India has been training herself for. തികച്ചും അതിനാണ് ഇന്ത്യ സ്വയം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. In one of his speeches, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊന്നിൽ he brought out the relation between education and non-violence. വിദ്യാഭ്യാസവും അഹിംസയും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ഒരു പ്രസംഗത്തിൽ വിദ്യാഭ്യാസവും അഹിംസയും തമ്മിലുള്ള ബന്ധം അദ്ദേഹം വെളിപ്പെടുത്തി. He said, real education consists not in packing the brain with facts and figures, ശരിയായ വിദ്യാഭ്യാസം ഒരാളുടെ ബ്രെയിനിൽ നിറയെ കൃത്യമായ വിശദ വിവരങ്ങൾ നിറയ്ക്കുന്നതിലല്ല. not in passing examinations by reading numerous books, എണ്ണമറ്റ പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷ പാസ്സാകുന്നതിലുമല്ല. but in developing character. മറിച്ച് ക്യാരക്ടർ, ഒരാളുടെ സ്വഭാവം, അയാളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നതിലാണ്. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് തലച്ചോറിൽ വസ്തുതകളും കണക്കുകളും കുത്തി നിറയ്ക്കുന്നതിലല്ല, നിരവധി പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷകളിൽ വിജയിക്കുന്നതിലുമല്ല, മറിച്ച് വ്യക്തിത്വ വികാസത്തിലാണ്. I can say that. എനിക്ക് പറയാൻ കഴിയും. If you explore the possibilities of non-violence, നിങ്ങൾ നോൺ വയലൻസിന്റെ സാധ്യതകൾ അന്വേഷിക്കുകയാണെങ്കിൽ you will find that. നിങ്ങൾ കണ്ടെത്തും. Without character it will prove a profitless study. ക്യാരക്ടറില്ലെങ്കിൽ അത് നിഷ്പ്രയോജനമായ പഠനമാണെന്ന്. പ്രോഫിറ്റ്ലെസ്, പ്രോഫിറ്റില്ലാത്ത, ഇവിടെ നിരർത്ഥകമായ, നിഷ്പ്രയോജനമായ എന്നർത്ഥം. നിങ്ങൾ അഹിംസയുടെ സാധ്യതകളെക്കുറിച്ചന്വേഷിച്ചാൽ ക്യാരക്ടർ ഇല്ലാതെ അത് നിരർത്ഥകമാണെന്ന് നിങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്ക് പറയാൻ കഴിയും. In a movement such as we are conducting in India, ഇന്ത്യയിൽ ഞങ്ങൾ നയിക്കുന്നതുപോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ, മൂവ്മെന്റിൽ, we need the intellectual sympathy of the whole world. ഞങ്ങൾക്ക് മൊത്തം ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇന്റലക്ച്വൽ സിമ്പതി എന്നാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഒപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയാം. ഞങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ലോകത്തിന്റെ മുഴുവൻ ബൗദ്ധിക സഹതാപം ആവശ്യമാണ്. ഇന്റലക്ച്വൽ മീൻസ് ബുദ്ധിപരമായ, മാനസികമായ. Scores of letters came to Gandhiji daily. നിത്യവും ഗാന്ധിക്ക് ധാരാളം കത്തുകൾ വന്നു. സ്കോർ എന്നാൽ 20 എന്നർത്ഥം. സ്കോർസ് എന്നാൽ ധാരാളം 20കൾ. From all parts of Britain ബ്രിട്ടന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. and the continent. കോണ്ടിനെന്റിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. ബ്രിട്ടൻ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊഴിച്ചുള്ള യൂറോപ്പ് വൻകരയാണ് ദ കോണ്ടിനെന്റ്. Welcoming him അദ്ദേഹത്തെ സ്വാഗതം ചെയ്തും and expressing sympathy for his mission. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ സഹാനുഭൂതിയറിയിച്ചുകൊണ്ടും.
ബ്രിട്ടന്റെയും യൂറോപ്പിന്റെയും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഗാന്ധിജിയെ സ്വാഗതം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ദൗത്യത്തോട് അനുഭാവം പ്രകടിപ്പിച്ചും ദിനംപ്രതി ഒട്ടനവധി കത്തുകൾ വന്നുകൊണ്ടിരുന്നു. Old friends who knew him years ago as a young student. വർഷങ്ങൾക്കു മുമ്പ് അദ്ദേഹത്തെ ഒരു യങ് സ്റ്റുഡന്റ് എന്ന നിലയിൽ അറിയുന്ന അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കൾ turned up to see him. അദ്ദേഹത്തെ കാണാൻ വന്നു. And all the English friends, ഇംഗ്ലീഷുകാരായ എല്ലാ സുഹൃത്തുക്കളും, including civil servants, ഉദ്യോഗസ്ഥരുൾപ്പെടെ, made a point of renewing the friendship. സൗഹൃദം പുതുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തി. വർഷങ്ങൾക്കു മുമ്പ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയാവുന്ന പഴയ സുഹൃത്തുക്കൾ കാണാൻ വരികയും ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള എല്ലാ ഇംഗ്ലീഷ് സുഹൃത്തുക്കളും സൗഹൃദം പുതുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. Even celebrities who had heard about him അദ്ദേഹത്തെക്കുറിച്ച് കേട്ട സെലിബ്രിറ്റികൾ വരെ were eager to meet him in person. അദ്ദേഹത്തെ നേരിൽ മീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സെലിബ്രിറ്റികൾ പോലും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ താൽപര്യം കാണിച്ചു. Perhaps few would believe that. ഒരു പക്ഷേ വളരെ കുറച്ച് പേരെ വിശ്വസിക്കൂ. അതായത് പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്ത്? When Gandhiji was told that Mr. Charlie Chaplin would like to see him. ചാർലി ചാപ്ലിൻ ഗാന്ധിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ He innocently asked who that distinguished person was. ആ വിശിഷ്ട വ്യക്തിയാരാണെന്ന് വളരെ നിഷ്കളങ്കമായി ഗാന്ധിജി ചോദിച്ചു. ഗാന്ധിജിയെ കാണാൻ ചാർലി ചാപ്ലിൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ആ വിശിഷ്ട വ്യക്തി ആരാണെന്ന് അദ്ദേഹം നിഷ്കളങ്കമായി ചോദിച്ചുവെന്നത് ഒരുപക്ഷേ കുറച്ചുപേർ മാത്രമേ വിശ്വസിക്കുള്ളൂ. But as soon as he was told പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞയുടനെ that Mr. Chaplin came from the people മിസ്റ്റർ ചാപ്ലിൻ ജനങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും and lived for the people, ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും and that he had made millions laugh, അദ്ദേഹം ജനലക്ഷങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞയുടനെ he agreed to meet him. ചാപ്ലിനെ കാണാൻ ഗാന്ധി സമ്മതിച്ചു. എന്നാൽ മിസ്റ്റർ ചാപ്ലിൻ ജനങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം ദശലക്ഷക്കണക്കിന് ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞപ്പോൾ ചാപ്ലിനെ കാണാൻ അദ്ദേഹം സമ്മതിച്ചു. Chaplin had evidently heard of Gandhiji's spinning wheel. ഗാന്ധിജിയുടെ നൂൽക്കുന്ന ചക്രത്തെക്കുറിച്ച് നിശ്ചയമായും ചാപ്ലിൻ കേട്ടറിഞ്ഞിരുന്നു. And the very first question he asked അദ്ദേഹം ചോദിച്ച ആദ്യ ചോദ്യം was why Gandhiji was against machinery. ഗാന്ധിജി എന്തുകൊണ്ടാണ് യന്ത്രസംവിധാനങ്ങൾക്കെതിരായത് എന്നായിരുന്നു. നിശ്ചയമായും ഗാന്ധിജിയുടെ നൂൽക്കുന്ന ചക്രത്തെക്കുറിച്ച് ചാപ്ലിൻ കേട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഗാന്ധിജി യന്ത്രങ്ങൾക്ക് എതിരായത് എന്നായിരുന്നു അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം. The question delighted Gandhiji, ഈ ചോദ്യം ഗാന്ധിജിയെ സന്തോഷിപ്പിച്ചു. who explained to him in detail അദ്ദേഹം ചാപ്ലിന് വിശദമായി പറഞ്ഞുകൊടുത്തു. why the 6 months unemployment of the whole peasant population of India, എന്തുകൊണ്ട് ഇന്ത്യയിലെ കർഷക സമൂഹത്തിന്റെ 6 മാസക്കാലത്തെ തൊഴിലില്ലായ്മ made it important for him അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാക്കി. to restore them, അവരെ പുനരുദ്ധാരണം ചെയ്യുക എന്നത്. ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും 6 മാസത്തെ തൊഴിലില്ലായ്മ അവരെ പുനഃസ്ഥാപിക്കുന്നതന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാക്കിയത് എന്തുകൊണ്ടാണെന്ന് വിശദമായി വിവരിച്ചു. റിസ്റ്റോർ എന്നാൽ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, പുനഃസ്ഥാപിക്കുക. Gandhiji said, ഗാന്ധിജി പറഞ്ഞു, in cloth and food every nation should be self-contained. ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യത്തിൽ ഏതൊരു രാജ്യവും സ്വയം പര്യാപ്തരായിരിക്കണം. We were self-contained and want to be so again. നമ്മൾ സ്വയം പര്യാപ്തരായിരുന്നു. ഇനിയും അങ്ങനെയായിരിക്കണം. വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാ രാജ്യങ്ങളും സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം. നാം സ്വയം പര്യാപ്തരായിരുന്നു, വീണ്ടും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നെന്ന് ഗാന്ധിജി പറഞ്ഞു. ഈ പാരഗ്രാഫിൽ ആവർത്തിച്ചു വന്ന വാക്കാണ് സെൽഫ് കണ്ടെയ്ൻഡ്. വാക്കിനർത്ഥം സെൽഫ് സഫിഷ്യന്റ്, സ്വയം പര്യാപ്തരായ. There were requests from various women's organizations.
വിവിധ വനിതാ സംഘടനകളിൽ നിന്നും അഭ്യർത്ഥനകളുണ്ടായിരുന്നു. For an address by Gandhiji. ഗാന്ധിജിയുടെ പ്രസംഗത്തിനായി. And he addressed the Women's India Council in Morley College Hall. അദ്ദേഹം മോർലി കോളേജ് ഹാളിലെ വിമൻസ് ഇന്ത്യ കൗൺസിലിനെ അഭിസംബോധനം ചെയ്തു. ഗാന്ധിജിയുടെ പ്രസംഗത്തിനായി വിവിധ വനിതാ സംഘടനകളിൽ നിന്ന് അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മോർലി കോളേജ് ഹാളിലെ വിമൻസ് ഇന്ത്യ കൗൺസിലിനെ അഭിസംബോധനം ചെയ്തു. At this meeting, ഈയൊരു മീറ്റിംഗിൽ Gandhiji took the opportunity of correcting various notions about the women of India. ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ചുള്ള പല ധാരണകളും തിരുത്താൻ കിട്ടിയ അവസരം ഗാന്ധിജി ഉപയോഗിച്ചു. നോഷൻ മീൻസ് ആശയം, സങ്കല്പം, ധാരണ എന്നെല്ലാമാണർത്ഥം. ഈ യോഗത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളെക്കുറിച്ചുള്ള വിവിധ സങ്കല്പങ്ങൾ തിരുത്താൻ ഗാന്ധിജി അവസരമൊരുക്കി. He presented അദ്ദേഹം അവതരിപ്പിച്ചു. a vivid picture of the heroic part they played. സ്ത്രീകൾ വഹിച്ച ധീരവീര പങ്കാളിത്തത്തിന്റെ ഒരു വ്യക്തമായ ചിത്രം. During the freedom struggle. സ്വാതന്ത്ര്യ സമരകാലത്ത്. വിവിഡ് മീൻസ് വെരി ക്ലിയർ. സ്വാതന്ത്ര്യ സമരകാലത്ത് സ്ത്രീകൾ വഹിച്ച വീരപങ്കാളിത്തത്തിന്റെ വളരെ വ്യക്തമായ ഒരു ചിത്രം അദ്ദേഹം അവതരിപ്പിച്ചു. No hindrances have been placed in the way of their entering public life. അവർക്ക് പൊതുജീവിതത്തിലേക്ക് കടന്നുവരുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹിൻഡ്രൻസ് എന്നാൽ തടസ്സം. For several years. വർഷങ്ങളോളം. When our organizations were declared illegal. ഞങ്ങളുടെ സംഘടനകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും. And those in charge of them put into prison. ആ സംഘടനയുടെ നേതാക്കളെ ജയിലിൽ അടച്ചപ്പോഴും. It was the women who came to the forefront. മുൻനിരയിലേക്ക് വന്നത് സ്ത്രീകളായിരുന്നു. And filled the jails. ജയിലുകൾ നിറച്ചതും അവരായിരുന്നു. ഇല്ലീഗൽ എന്നാൽ നിയമവിരുദ്ധമായ. അവരുടെ പൊതുജീവിതത്തിലേക്ക് കടന്നുവരുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വർഷങ്ങളോളം ഞങ്ങളുടെ സംഘടനകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടുകയും അവയുടെ ചുമതലയുള്ളവർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ മുൻനിരയിൽ വന്നതും ജയിലുകൾ നിറച്ചതും സ്ത്രീകളായിരുന്നു. He then went on to describe. തുടർന്നും അദ്ദേഹം വിശദീകരിച്ചു. How they came out of their homes in one mass. ഒരൊറ്റ കൂട്ടമായി അവരെങ്ങനെയാണ് തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തു വന്നതെന്ന്. And showed an awakening which was miraculous. അത്ഭുതകരമാം വിധമുള്ള ഒരു ഉണർവ്, അതായത് ആവേശം കാണിച്ചതെന്ന്, അവർ എങ്ങനെയാണ് ഒറ്റക്കെട്ടായി തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തു വന്നതെന്നും അത്ഭുതകരമായ ഒരു ഉണർവ് കാണിച്ചതെന്നും അദ്ദേഹം തുടർന്ന് വിവരിച്ചു. They took part in processions. അവർ ജാഥകളിൽ പങ്കെടുക്കുകയും defeat the law. നിയമങ്ങളെ വെല്ലുവിളിക്കുകയും and bore the lathi blows. ലാത്തിയടികൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. without raising a little finger. തടയാൻ ഒരു ചെറുവിരൽ പോലും ഉയർത്താതെ. മിറാക്കുലസ് എന്നാൽ അത്ഭുതകരമായ. ഡിഫൈ എന്നാൽ ധിക്കരിക്കുക, എതിർക്കുക. അവർ ജാഥകളിൽ പങ്കെടുക്കുകയും നിയമം ലംഘിക്കുകയും തടയാൻ ഒരു ചെറുവിരൽ പോലും ഉയർത്താതെ ലാത്തിക്കൊണ്ടുള്ള അടികൾ സഹിക്കുകയും ചെയ്തു. It was not learned women like Sarojini Naidu. സരോജിനി നായിഡുവിനെ പോലെയുള്ള വിദ്യാസമ്പന്നരായിരുന്നില്ല അത്. But hundreds of unlettered women. മറിച്ച് അക്ഷരജ്ഞാനമില്ലാത്ത നൂറുകണക്കിന് സ്ത്രീകൾ. Who had borne lathi blows to the head. അവർ തലക്ക് കിട്ടിയ ലാത്തിക്കൊണ്ടുള്ള പ്രഹരങ്ങൾ സഹിച്ചു. Bleeding profusely whilst standing unflinchingly. ധാരധാരയായി രക്തമൊഴുകിയപ്പോഴും അവർ അചഞ്ചലരായി നിന്നു. Ordering their companions not to move. തങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് അനങ്ങാതെയിരിക്കാൻ ഓർഡർ ചെയ്തു. അൺലെറ്റേർഡ് എന്ന വാക്കിനർത്ഥം നിരക്ഷരരായ. സരോജിനി നായിഡുവിനെ പോലുള്ള വിദ്യാസമ്പന്നരായിരുന്നില്ല അത്, മറിച്ച് നൂറുകണക്കിന് അക്ഷരജ്ഞാനമില്ലാത്ത സ്ത്രീകളായിരുന്നു ലാത്തിക്കൊണ്ട് തലക്കടിയേറ്റ് രക്തമൊലിക്കുമ്പോഴും അചഞ്ചലരായി തങ്ങളുടെ ഒപ്പമുള്ളവരോട് അനങ്ങരുതെന്ന് ആജ്ഞാപിച്ചു പിടിച്ചു നിർത്തിയത്. പ്രൊഫ്യൂസ്ലി ധാരാളമായി എന്നർത്ഥം. അൺഫ്ലിഞ്ചിംഗ്ലി എന്നാൽ അചഞ്ചലരായി, ധൈര്യത്തോടെ എന്നർത്ഥം. About Indian independence. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. Gandhiji made his point of view clear at many a meeting.
ഗാന്ധിജി തന്റെ അഭിപ്രായം വിവിധ യോഗങ്ങളിൽ വ്യക്തമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗാന്ധിജി പല യോഗങ്ങളിലും തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. I am not here to beg for independence. സ്വാതന്ത്ര്യത്തിനായി യാചിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. But I have come as a result of last year's suffering. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കഷ്ടപ്പാട് കാരണമാണ് ഞാൻ വന്നത്. There is no such thing as a gift of independence from one nation to another. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഗിഫ്റ്റായി നൽകുന്ന ഒന്നല്ല സ്വാതന്ത്ര്യം. I am here to testify that we shall continue the process of self-sacrifice. ഞങ്ങൾ സെൽഫ് സാക്രിഫൈസ് എന്ന പദ്ധതി തുടരുമെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നത്. Until at last no Britisher will want to remain in India as a ruler. ഒടുവിൽ ഭരണാധികാരി എന്ന നിലയിൽ ഒരൊറ്റ ബ്രിട്ടീഷുകാരനും ഇന്ത്യയിൽ തുടരാൻ ആഗ്രഹിക്കാതിരിക്കുന്നതുവരെ. സെൽഫ് സാക്രിഫൈസ് എന്നാൽ ജീവാർപ്പണം നടത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം താൽപര്യങ്ങൾ ത്യജിക്കുക എന്നൊക്കെയാണർത്ഥം. ഇന്ത്യയെ ഭരിക്കാൻ ഒരൊറ്റ ബ്രിട്ടീഷുകാരനും ഇന്ത്യയിൽ അവശേഷിക്കാത്ത കാലം വരെ സ്വയം ത്യാഗം ചെയ്യാൻ, ആത്മാർപ്പണം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ എത്തിയത്. At the Federal Structure Committee of the Round Table Conference, Gandhiji spoke about his dream of independent India. വട്ടമേശ സമ്മേളനത്തിന്റെ ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റിയിൽ ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചു. If I want freedom for my country, എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, I do not want that freedom in order that I may exploit any other race upon earth or any single individual. ഭൂമിയിലെ ഏതെങ്കിലും ഒരു വംശത്തെയോ വ്യക്തിയെയോ ചൂഷണം ചെയ്തു കേണ്ടുള്ളതാണെങ്കിൽ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. എനിക്ക് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഭൂമിയിലെ മറ്റേതൊരു വംശത്തെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ചൂഷണം ചെയ്യാനാണെങ്കിൽ എനിക്ക് ആ സ്വാതന്ത്ര്യം ആവശ്യമില്ല. Thus Gandhiji, along with all the other freedom fighters, അങ്ങനെ ഗാന്ധിജി മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം ചേർന്ന് persuaded the British rulers to give India her legitimate independence. ഇന്ത്യയ്ക്ക് നിയമാനുസൃതമായ സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. Which, in his words, was her birthright. ഗാന്ധിജിയുടെ വാക്കുകളിൽ അതിന്ത്യയുടെ ജന്മാവകാശമായിരുന്നു. അങ്ങനെ ഗാന്ധിജിയും മറ്റെല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും ചേർന്ന് ഇന്ത്യയ്ക്ക് നിയമാനുസൃതമായ സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അവളുടെ ജന്മാവകാശമായിരുന്നു. The dream of independence was accomplished. സ്വാതന്ത്ര്യമെന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടു. By his inimitable method of unwavering non-violence and non-cooperation. അദ്ദേഹത്തിന്റെ ദൃഢമായ പതറാത്ത അഹിംസ, നിസ്സഹകരണം എന്നീ ശ്രേഷ്ഠമായ രീതിയിലൂടെയാണ് അത് സാധ്യമായത്. അചഞ്ചലമായ അഹിംസയും നിസ്സഹകരണവും എന്ന അദ്ദേഹത്തിന്റെ അനുകരണീയമായ രീതിയിലൂടെയാണ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. വായന കഴിഞ്ഞു. ഇനി ചോദ്യോത്തരങ്ങളാണ്. അത് മറ്റൊരു വീഡിയോയിൽ തുടരും. എന്റെ വായന ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യൂലേ? Subscribe to my channel, like and share this video. Thanks a ton. Bye.